ബില്ല് പരിഗണിക്കുന്നതിനുള്ള 31 അംഗ സമിതിയെ പ്രഖ്യാപിച്ചു. ലോക്സഭയിൽ നിന്ന് 21 അംഗങ്ങളും രാജ്യസഭയിൽ നിന്ന് 10 അംഗങ്ങളുമാണ് ജെപിസിയിലുള്ളത്. പ്രിയങ്ക ഗാന്ധിയും സമിതിയിൽ ഉൾപ്പെട്ടു. കേരളത്തിൽ നിന്നുള്ള CPIM ലീഗ് ലോക്സഭാ എംപിമാർ ആരും സമിതിയിൽ ഉൾപ്പെട്ടിട്ടില്ല. വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്നും ശരത് ലാലാണ് ചേരുന്നത്. ശരത് ലാൽ, എന്തായാലും JPC അന്വേഷണം ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കാം. ആരൊക്കെയാണ് അതിൽ അംഗങ്ങൾ? വിവരങ്ങൾ നൽകാം. പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇന്ന് ലോക്സഭാ സെക്രട്ടറി പുറത്തിരിക്കുന്നത്. കാരണം എന്ന് പറഞ്ഞാൽ 21 അംഗങ്ങളെ ലോക്സഭയിൽ നിന്ന് 21 അംഗങ്ങളെയാണ് ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്ന സംയുക്ത JPC പാർലമെന്റ് സംയുക്ത സമിതിയിലേക്ക് സ്പീക്കർ നോമിനേറ്റ് ചെയ്തിരിക്കുന്നത്. ഇത് കേരളത്തിൽ നിന്ന് ലോക്സഭയിൽ നിന്ന് ആരുമില്ല. ഇനി 10 അംഗങ്ങളാണ് രാജ്യസഭയിൽ നിന്ന് നോമിനേറ്റ് ചെയ്യപ്പെടുന്നത്. രാജ്യസഭ ചെയർമാൻ ഇതുവരെ ഇത് സംബന്ധിച്ച പേരുവിവരങ്ങൾ നോമിനേറ്റ് ചെയ്തിട്ടില്ല. എന്നാൽ നാളെ ലോക്സഭയിൽ നിന്നുള്ള അംഗങ്ങളുടെ പേരുവിവരങ്ങൾ ലോക്സഭയിൽ പ്രമേയമായി അവതരിപ്പിക്കും. ഇതിൽ വളരെ പ്രധാനപ്പെട്ട പ്രിയങ്ക ഗാന്ധി ഈ കമ്മിറ്റിയിൽ എത്തുന്നുള്ളതാണ്. പ്രിയങ്ക ഗാന്ധി ആദ്യമായി ലോക്സഭാ അംഗമായപ്പോൾ തന്നെ അവർക്ക് ഇത്രയും പ്രധാനപ്പെട്ട ഒരു JPC കമ്മിറ്റിയിൽ കോൺഗ്രസ് നോമിനേറ്റ് ചെയ്തു എന്ന് നമുക്ക് പറയേണ്ടി വരും. കേരളത്തിൽ നിന്നുള്ള ഒരു കോൺഗ്രസ് നേതാക്കളും ഈ എംപിമാരും ഈ കമ്മിറ്റി ഇല്ല. കൊടിക്കുന്നിൽ സുരേഷ് ഇല്ല, KC വേണുഗോപാൽ, പ്രിയങ്ക ഗാന്ധി ഇതിൽ സ്ഥാനം പിടിക്കുന്നു. അതുപോലെ തന്നെ മനീഷ് തിവാരി ഉണ്ട്. BJPയിൽ നിന്ന് പ്രധാനപ്പെട്ട PP ചൗധരിയാണ്. രാജസ്ഥാനിലുള്ള മുൻ ഒന്നാമത്തെ മോദി മന്ത്രിസഭയിൽ അംഗമായിരുന്ന PP ചൗധരിയാണ് ഇതിന്റെ ചെയർമാൻ. ലോക്സഭയെ നിർദ്ദേശിച്ചിരിക്കുന്നത് അദ്ദേഹത്തിന്റെ പേരാണ്. രാജസ്ഥാനിൽ നിന്നുള്ള ഒരു MP ആണ് PP ചൗധരി, മുൻ കേന്ദ്രമന്ത്രി കൂടിയാണ്. അതേപോലെ തന്നെ സുഷമ സ്വരാജിന്റെ മകൾ ബൻശ്രീ സ്വരാജ്, ന്യൂഡൽഹി മണ്ഡലത്തിൽ നിന്ന് MP ആയ ബൻശ്രീ സ്വരാജും ഈ കമ്മിറ്റിയിൽ അംഗമാണ്. അതേപോലെ തന്നെ പ്രധാനപ്പെട്ട കാര്യം കല്യാൺ ബാനർജിയാണ് TMC തൃണമൂലിന്റെ നോമിനിയായിട്ട് ഈ കമ്മിറ്റിയിൽ JPCയിൽ എത്തിപ്പെട്ടിരിക്കുന്നത്. അതുപോലെ പിന്നെ പിന്നെ DMയിലേക്ക് മാറിയ TM സെൽവ ഗണപതിയാണ് DMകയുടെ പ്രതിനിധി. സ്വാഭാവികം സംസ്ഥാനങ്ങൾ തന്നെ പ്രാതിനിധ്യം നൽകിയാണ് JPC ലോക്സഭയിൽ 21 അംഗ കമ്മിറ്റിയെ നിയോഗിച്ചിരിക്കുന്നത്. എന്നാൽ ഈ കമ്മിറ്റിയെ സംബന്ധിച്ചുള്ള പ്രതിപക്ഷവും അതേപോലെ ഭരണപക്ഷവും തമ്മിൽ ധാരണയായ ശേഷമാണ് ഈ കമ്മിറ്റി പ്രഖ്യാപിച്ചത് എന്നാണ് സ്പീക്കർ ഓഫീസ് നമ്മളെ അറിയിച്ചിരിക്കുന്നത്. നാളെ രാവിലെ 11 മണിക്ക് ഇത് സംബന്ധിച്ച JPC അംഗങ്ങളുടെ പേരുവിവരങ്ങൾ ഔദ്യോഗികമായി ലോക്സഭയുടെ മേശപ്പുറത്ത് വെക്കും. അത് പ്രമേയമായി ലോക്സഭ അംഗീകരിക്കും. രാജ്യത്ത് നിന്നുള്ള 10 പേരുടെ പേരുകൾ അതിനുശേഷമായിരിക്കും ലോക്സഭാ സെക്രട്ടേറിയറ്റ് ആവശ്യപ്പെടുക. രാജ്യസഭയിൽ നിന്ന് കേരളത്തിലുള്ള ആരെങ്കിലും JPCയിൽ വരുമോ എന്ന കാര്യം മാത്രമാണ് ഇനി അറിയേണ്ടത്. എന്നാൽ വഖഫ് JPCയിൽ കേരളത്തിൽ നിന്നുള്ള ഒരാൾ പോലും ഉണ്ടായിരുന്നില്ല. അത് ലോക്സഭയിൽ നിന്നുണ്ടായിരുന്നില്ല, JPC അതേപോലെ തന്നെ രാജ്യസഭയിൽ നിന്നുണ്ടായിരുന്നില്ല. അതേ മാതൃക തന്നെയായിരിക്കും ഇത് തുടരുക എന്നാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കുന്നത്. കാരണം കോൺഗ്രസ് പാർട്ടി അല്ലെങ്കിൽ ഇന്ത്യ ബ്ലോക്ക് സഖ്യങ്ങളൊന്നും തന്നെ കേരളത്തിലെ മുസ്ലിം ലീഗിന് അതേപോലെ തന്നെ ഒരു പാർട്ടിയെയും CPMനെ ഒരു പാർട്ടിയെ പോലും നോമിനേറ്റ് ചെയ്തിട്ടില്ല. കോൺഗ്രസ് അംഗങ്ങൾ തന്നെയാണ് ഭൂരിപക്ഷം ലോക്സഭയിൽ നിന്ന് ഇതിൽ വന്നിരിക്കുന്നത്. സമാജ്വാദി പാർട്ടി